നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകത്ത് അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന യുവ പ്രതിഭകളിൽ ഒരാളാണ് മെസ്സിഞ്ഞോ അഥവാ എസ്റ്റവായോ വില്യൻ. ബ്രസീലിന്റെ താരമാണ് ഇദ്ദേഹം. 17 വയസ്സ് മാത്രമുള്ള ഇദ്ദേഹം പാൽമറാസിന്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു. മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ അണ്ടർ-17 വേൾഡ് കപ്പിൽ മെസ്സിഞ്ഞോ ബ്രസീലിന് വേണ്ടി പുറത്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി എന്നിവരൊക്കെ ഈ ഒരു 17-കാരനിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, PSG-യും ഇപ്പോൾ എസ്റ്റവായോ വില്യന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വില്യന്റെ ആഗ്രഹം അതൊന്നുമല്ല. അദ്ദേഹം FC ബാഴ്സലോണയുടെ ഒരു കടുത്ത ആരാധകനാണ്. ബാഴ്സയിലേക്ക് പോവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വില്യൻ തുറന്നു പറഞ്ഞിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇതിനു മുൻപ് ബാഴ്സലോണ ക്യാമ്പ് അഥവാ ക്ലബ്ബ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുവരെ താരത്തിന് വേണ്ടിയുള്ള ഈ ഒരു റേസിൽ FC ബാഴ്സലോണ പ്രവേശിച്ചിരുന്നില്ല. പക്ഷെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ വില്യന് വേണ്ടി FC ബാഴ്സലോണ രംഗത്ത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇതുവരെ അവർ അമാന്തിച്ച് നിന്നിരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. മുണ്ടോ ഡിപ്പോർട്ടീവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം താരത്തെ അത്ര വേഗത്തിൽ സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം ഈ ക്ലബ്ബുകളുടെ എല്ലാം വെല്ലുവിളി അതിജീവിക്കേണ്ടതുണ്ട്. മാത്രമല്ല 2025 മാത്രമാണ് വില്യന് യൂറോപ്പിലേക്ക് ചേക്കേറാനാവുക. കാരണം അദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തിയാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ബാഴ്സലോണ ഇപ്പോൾ വലിയ പ്രയോറിറ്റി ഒന്നും വില്യന് വേണ്ടി നൽകുന്നില്ല. പക്ഷേ ഭാവിയിൽ വലിയ രൂപത്തിൽ അവർ പ്രയോറിറ്റി നൽകിയേക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെ തീരുമാനം അത് ഒരു അന്തിമം തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.